സന്ദീപ് വാര്യർ BJPയുമായി ബന്ധം ഉപേക്ഷിക്കുമെന്ന് CPM നേതാക്കൾക്ക് തോന്നിയപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പറഞ്ഞു. സന്ദീപ് വാര്യർ RSSും BJPയുമായി ബന്ധം മുഴുവനും ഉപേക്ഷിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത ശേഷം കോൺഗ്രസിലേക്ക് കടന്നു വന്നു. കോൺഗ്രസിലേക്ക് കടന്നു വന്ന ശേഷം നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പറഞ്ഞ CPM നേതാക്കൾ കളം മാറ്റിച്ചവിട്ടി അദ്ദേഹത്തെ സമൂഹമധ്യത്തിൽ ഇകഴ്ത്താൻ തുടങ്ങി. അവർ പരസ്യം കൊടുത്തു സുപ്രഭാതത്തിലും സിറാജിലും. എന്തായിരുന്നു ആ പരസ്യം? അദ്ദേഹത്തിൻ്റെ പഴയകാല മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ പൊക്കിക്കൊണ്ടുവന്നു പരസ്യം കൊടുത്തു. മാതൃഭൂമിയിലും മനോരമയിലും കേരള കൗമുദിയിലും ദേശാഭിമാനിയിലും ആ പരസ്യം കൊടുത്തില്ല. എന്തായിരിക്കും CPM നേതാക്കൾ ആ പരസ്യത്തിലൂടെ ഉദ്ദേശിച്ചത്? ആ പരസ്യത്തിലൂടെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയുമായിരുന്നു. പക്ഷേ ഇത് സുപ്രഭാതക്കാർക്കും സിറാജുകാർക്കും മനസ്സിലായില്ല. അവർ നേരത്തെ തന്നെ ഖലീഫമാരുടെ കാലത്തെ ഇകഴ്ത്തി പറഞ്ഞിരുന്നു. അതിനാൽ ഈ പരസ്യത്തിൽ കൂടി CPM നേതാക്കൾ ഉദ്ദേശിച്ചത് ഇസ്ലാം എന്ന് പറയുന്നത് പഴഞ്ചനാണ്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നീതിബോധമില്ലാത്തവരാണ്, അവർക്ക് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാനോ പുറത്തു കൊടുക്കാനോ കഴിയില്ല, അവർക്ക് നീതിബോധമില്ല, ഒരാൾ തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് പിന്മാറിയാൽ പോലും അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നൊരു സന്ദേശമായിരുന്നു CPM പൊതുസമൂഹത്തിന് ഈ പരസ്യത്തിലൂടെ കൊടുക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ മാതൃഭൂമിയിലും മനോരമയിലും പരസ്യം കൊടുക്കാതിരുന്നത്. പക്ഷെ സുപ്രഭാതക്കാരനും സിറാജുകാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സുപ്രഭാതക്കാരനും സിറാജുകാരനും ചെയ്ത ആ പ്രവൃത്തി ഒരു ഉദാഹരണത്തിൽ കൂടി ഞാൻ വ്യക്തമാക്കാം. നിരന്തരമായി കുറെ കാലമായി മദ്യപിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ, കള്ളു കുടിക്കാത്ത ഞാൻ, ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നീ കള്ളു കുടിക്കരുത് എന്ന് ഉപദേശിക്കാത്ത ഞാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താത്ത ഞാൻ, ആ കള്ളുകൂടി പൂർണ്ണമായും ഒരു ദിവസം ഇദ്ദേഹം ഉപേക്ഷിച്ച ശേഷം അത് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞ ശേഷം മറ്റൊരു മദ്യപാനിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ കള്ളുകുടി നിർത്തിയ മനുഷ്യനെക്കുറിച്ച് അവൻ്റെ വീട്ടിൽ ഇപ്പോഴും പഴയ മദ്യക്കുപ്പികളുണ്ട്, ഒഴിഞ്ഞ കുപ്പികളുണ്ട്, പൊട്ടിക്കാത്ത മദ്യക്കുപ്പികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനെ സമൂഹമധ്യത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അത് എത്രത്തോളം മോശമാണോ അതുപോലെ തന്നെ മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അനിയോടുള്ള ഈ പെരുമാറ്റം മോശവും അനീതിയുമാണെങ്കിൽ എങ്ങനെയാണ് സന്ദീപ് വാര്യരോട് ചെയ്ത ഈ രീതി ശരിയും നീതിപൂർവവുമാകുന്നത്? നോക്കൂ, സന്ദീപ് വാര്യർ നിങ്ങൾ ഇന്ന് കൊടുത്ത പരസ്യത്തിൽ പറഞ്ഞ ആ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരാളും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇത് വാസ്തവ വിരുദ്ധമാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്ത് പോയി ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. അങ്ങനെ പെടുത്താത്ത ആളുകൾ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയ ശേഷം അത് പൊക്കിക്കൊണ്ടുവന്ന് തങ്ങളുടെ പത്രത്തിൽ പരസ്യമായി കൊടുക്കുക. അതും ആര് കൊടുത്ത പരസ്യം? CPM നേതാക്കൾ കൊടുത്ത പരസ്യം. മറ്റൊരു മദ്യപാനിയുടെ ഉപദേശം സ്വീകരിച്ച് ചെയ്യുന്നത് പോലെ ഇടക്കിടക്ക് വെറുപ്പ് പറയുന്ന മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന CPMകാർ കൊടുത്ത പരസ്യം പത്രത്തിൽ കൊടുക്കുക. നോക്കൂ, എത്രമാത്രം വലിയ തെറ്റാണ് സുപ്രഭാതക്കാരനും സിറാജുകാരനും ചെയ്തിരിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നത് നീതിയും കാരുണ്യവും സ്നേഹവുമാണ്. പക്ഷെ CPMന് അത് സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ പരസ്യം കൊടുത്താൽ മുസ്ലിങ്ങളെക്കുറിച്ച് മോശമായ ഒരു ധാരണയാണ് പൊതുസമൂഹത്തിലുണ്ടാവുക. അതാണ് CPMന് വേണ്ടത്. ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? സൂറത്തുൽ മുംതഹിനിലെ 8-ാമത്തെ ആയത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിരോധിക്കുന്നില്ല, തടയുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും നിങ്ങളോട് മതകാര്യത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരോട് അൻ തബറൂഹും, പുണ്യം ചെയ്യുന്നത് അല്ലാഹ് തടയുന്നില്ല, വ തുഖ്സിതു ഇലൈഹിം, അവരോട് നീതി പുലർത്തുന്നതും അള്ളാഹു തടയുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പണ്ട് CAA കുറിച്ച് ഒരു നിലപാടെടുത്തിരുന്നു. ഇപ്പൊ അതല്ലാന്നല്ലേ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പുണ്യം ചെയ്യണം എന്നാണ് ഖുർആൻ പറയുന്നത്. തൗബയിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്ത
ഹത്താ യസ്മഅ കലാമല്ലാഹ്. മുശ്രിക്കുകളിൽ ബഹുദൈവ വിശ്വാസികളിൽ ഏതെങ്കിലും ഒരാൾ അഭയം ചോദിച്ചു വന്നാൽ അല്ലെങ്കിൽ രക്ഷ ചോദിച്ചു വന്നാൽ അവർക്ക് അഭയം നൽകണം എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അവരെ അവരുടെ അഭയസ്ഥാനത്ത് എത്തിക്കുകയും വേണം. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് അവരുടെ പഴയകാല വിദ്വേഷ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ തിരിച്ചു പോകണം എന്നാണോ പറയേണ്ടത്? അതാണോ CPM ആഗ്രഹിക്കുന്നത്? അത് ഖുർആനിനെതിരാണ്. സത്യത്തില് CPM തെറ്റിദ്ധരിച്ചത് കൊണ്ടുമാവാം സുപ്രഭാതത്തിലും സിറാജിലും ഇങ്ങനെ പരസ്യം കൊടുത്തത്. കാരണം അവർ വിചാരിച്ചിട്ടുണ്ടാവാം സുപ്രഭാതക്കാരനും സിറാജുകാരനും ഖുർആനിലെ ആയത്തുകളെ ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങളുമായി യോജിപ്പിച്ച് ഒരു നിലപാടെടുക്കാൻ കഴിയില്ലാത്തവരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാവാം അവർ പരസ്യം കൊടുത്തത്. കാരണം ഖുർആനിൽ അള്ളാഹു പറയുന്നത് പിന്നെ വലാ തഖൂലു ലിമൻ അൽക്കാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിനൻ, നിങ്ങളെടുത്ത് സമാധാനത്തിന്റെ അഭിവാദ്യവുമായി വരുന്നവരോട് നിങ്ങൾ പറയരുത് ലസ്ത മുഅ്മിനൻ, നിങ്ങൾ വിശ്വാസികൾ അല്ല എന്ന്. ഇവിടെ മുഅ്മിനൻ എന്നാണുള്ളത്. മുഅ്മിനൻ എന്ന പ്രസിദ്ധമായ മറ്റൊരു വായനയും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ അഭയം നൽകപ്പെടേണ്ടവരല്ല എന്ന് സമാധാന അഭിവാദ്യവുമായി വരുന്നവരോട് നിങ്ങൾ പറയരുത്. എങ്ങനെ, എന്തുകൊണ്ട് പറയരുത്? തബ്തഗൂന അറളൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ചില ലാഭങ്ങളും വിഭവങ്ങളും ആഗ്രഹിച്ചുകൊണ്ട്, എന്നാലും പരിസരത്തിൽ പൈസ കിട്ടുമല്ലോ, അത് ആഗ്രഹിച്ചുകൊണ്ട് ഒരാളെപ്പറ്റി എന്തല്ല ഇങ്ങനെ പറയരുത്, നീ അഭയം നൽകപ്പെടേണ്ടവനല്ല എന്ന് പറയാൻ പാടില്ല. ഇതും ഖുർആൻ പറയാണ്. എന്നിട്ടാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. എന്തിന്? ഒരു ചില്ലി CPM അടുത്ത് കാശ് കിട്ടാൻ.